ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഡിന്നർ കോംബോ ആണ് കേട്ടോ. ശരിക്കും നമുക്ക് പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. നമ്മുടെ കണ്ണൂർ ഈസ് കോഴിക്കോടാണ് കേട്ടോ ഇന്ന്. അതായത് കോഴിക്കോടിന് സ്പെഷ്യലായിട്ടുള്ള കണ്ണുവെച്ച പത്തിരിയും പിന്നെ കണ്ണൂർ സ്പെഷ്യൽ നമ്മുടേതായ ഒരു സ്പെഷ്യൽ ഇത്താത്ത ചിക്കൻ്റെ റെസിപ്പിയും ഫുൾ ചിക്കനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെ വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത്താത്ത ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ ചെറിയൊരു മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതവിടെ ചെയ്ത് വെച്ചതിന് ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 100 120 വെയിറ്റ് വരുന്ന ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് തന്നെ കഴുകിയെടുക്കണേ, കാരണം പ്രത്യേകിച്ച് ഞാൻ സ്കിന്നോട് കൂടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കിൻ ഇഷ്ടമില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഇതുപോലെ ഫുൾ ചിക്കൻ ആയിട്ടല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ, അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് നമ്മുടെ ചിക്കന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം നല്ലപോലെ ഊറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കട്ടെ. നമ്മുടെ മസാല റെഡിയാക്കുന്ന സമയത്ത് ഉള്ളിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചിക്കൻ ഏതിലാണോ കുക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു സെയിം പാൻ തന്നെ എടുക്കട്ടെ, അല്ലാതെ വേറെ വേറെ പാൻ എടുത്തിട്ടൊന്നും പണിയാക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ ഇങ്ങനെ ആകുമ്പോൾ. അതിലേക്ക് ഒരു 2 ക്യാപ്സിക്കം, ഒരു മീഡിയം വലുപ്പമുള്ള 2 ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ പുതിനയിലയും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ എല്ലാം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകാണ്. അപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഏകദേശം ഒരു 6 പച്ചമുളകും ഒരു മീഡിയം വലുപ്പമുള്ള ഇഞ്ചിയും പിന്നെ 2 ചെറിയ ബൾബ് ആയതുകൊണ്ട് 2 ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള സൈസൊക്കെ ആണെങ്കിൽ 1 ബൾബ് വെളുത്തുള്ളി, അതായത് ഫുള്ളായിട്ട് ഒരു ഹോൾ വെളുത്തുള്ളി ഇല്ലേ, അത് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവർ പേസ്റ്റ് ആവേണ്ട കേട്ടോ, ചതച്ചിട്ടാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കില്ല, നമ്മുടെ മാഗിയുടെ ക്യൂബ്, അത് ഒരെണ്ണം വേണം കേട്ടോ. ഒരു ഫുൾ ചിക്കനിലേക്ക് ഒരെണ്ണം മതി. അത് ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡില്ല, നമ്മുടെ ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മന്തി മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അറബിക് സ്പൈസസ് ചേർത്താൽ മതി കേട്ടോ, കയ്യിൽ ഏതാണ് ഉള്ളത് ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പുളി ചെക്കിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ വിനീഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇതിൽ തന്നെ ഞെരടി കൊടുക്കുക, കാരണം നമുക്ക് ചിക്കനും കൂടി ഇട്ട് അതിനെ ഞെരടി എടുക്കാൻ ഒരു ഏലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ തന്നെ ഒന്ന് മസാല റെഡിയാക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ നല്ല മണം വരും കേട്ടോ മസാലൻ്റെ. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് സെപ്പറേറ്റ് ഉപ്പ് ഇട്ടിട്ടില്ല. ഇനി ഇതുപോലെ കുഴച്ചിട്ട് നോക്കുക കേട്ടോ എത്രത്തോളം ഉപ്പ് ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് അതിന് പകരം ലാസ്റ്റ് വേണ്ടുന്ന നോക്കിയിട്ട് ഇട്ടാൽ മതി, അല്ലാതെ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സ്റ്റോക്കിൽ ഉപ്പുണ്ട്. അങ്ങനെ മിക്സാക്കിയതിന് ശേഷം ഒരല്പം ഉപ്പ് കുറവായിട്ട് ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അങ്ങനെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഡയറക്റ്റ് നമ്മുടെ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കനില്ല അത് മൊത്തത്തിൽ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ എല്ലാ മസാലയും സൈഡിലും ഉള്ളിലും ഒക്കെ ഈ ചിക്കൻ്റെ മിഡിൽ ഭാഗത്തില്ലേ അതിലേക്കെല്ലാം ഒന്ന് കയറ്റിയിട്ട് നല്ല ഫുള്ളായിട്ട് മസാല റെഡിയാക്കി കൊടുക്കാം. അങ്ങനെ ഇത് മസാല റെഡിയാക്കി ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ താഴെയാണ്, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ സൂക്ഷിക്കുക. എന്നിട്ട് ഒരു 3 മണിക്കൂറൊക്കെ വെക്കുക റെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതിൽ കൂടുതൽ ടൈം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല, ചുരുങ്ങിയത് ഒരു 3 മണിക്കൂർ എന്തായാലും വെക്കണേ. അതുപോലെ തന്നെ ഇത്താത്ത ചിക്കൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടതാണ് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. പിന്നെ ഇതിന്ന് കോംബോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കണ്ണുവെച്ച പത്തിരി ഭയങ്കര സിമ്പിളായിട്ടാണ്. നമ്മൾ ചിക്കനൊക്കെ റെഡിയായി ഏതാണ്ട് കഴിക്കാൻ നേരത്തെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതിനിടയിൽ നമുക്ക് ബാക്കിയുള്ള എന്ത് പരിപാടിയും ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതാ ഇപ്പോൾ ലിയൂസിന് ട്യൂഷനൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയിൽ ചിക്കൻ റെഡിയാക്കിയതിന് ശേഷം വന്നതാണ് കേട്ടോ. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൽബിഡോൻ്റെ ക്ലാസ്സാണ് അത്, അവൾ തന്നെ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്തോളും. പക്ഷെ ഞാനെല്ലാം ഒന്ന് ബുക്സ് കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ടാണ്.
ഇനിയിപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു എൻ്റെ ഇത് മസാല റെഡിയാക്കിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എത്ര ടൈം വെക്കുന്ന അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നൈറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അവിടെ മസാല റെഡിയാക്കി വെച്ചാൽ നിങ്ങൾക്ക് പണിയില്ലല്ലോ. ഇനിയിപ്പോൾ ബാക്കി സിമ്പിളാണ്, ഒന്നുമില്ല, സാധാരണ പോലെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ, തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാനൊക്കെ അത്യാവശ്യം ചൂടായി വരണമല്ലോ, ഇപ്പോൾ ഒന്നും ചൂടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പം കണ്ടില്ലേ ഇടയ്ക്കൊരു പുകയൊക്കെ വരുന്നത്. അപ്പോൾ ഒന്ന് നല്ലപോലെ പാനൊക്കെ ഒന്ന് ചൂടായി ഒന്നങ്ങ് ചൂട് തട്ടിയിട്ടൊരു തിള വരാൻ തുടങ്ങും, ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. പിന്നെ അടച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ചിക്കൻ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാ സൈഡിൽ കണ്ടില്ല, നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷെ അത്യാവശ്യം വെള്ളമുണ്ട്, കാരണം ക്യാപ്സിക്കം ഈ ഇലകളിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നന്നായിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ ഇടയ്ക്ക് ഞാൻ അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം അടിക്കോ പിടിക്കോ എന്നുള്ള ചെക്ക് ചെയ്യണം, കാരണം ഫ്ലെയിം കുറയ്ക്കുന്നുണ്ട് എന്നാലും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തതല്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചിക്കൻ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കണം, നമ്മൾ ഇത്രയും ടൈമായിട്ട് ഇതിൽ ഓയിൽ, വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല അല്ലേ. അപ്പോൾ ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കും. പിന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് മസാല അല്ലെങ്കിൽ ക്യാപ്സിക്കം കാര്യങ്ങളും സൈഡിൽ പോയിട്ട് നിൽക്കും പാനിൻ്റെ, അതൊക്കെ കോരിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ടും അടിയിലായിട്ടും അങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നിങ്ങൾ വെച്ച് കൊടുക്കുക. അത് നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി, അത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്തേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പിൻഡ് കമൻ്റ് ആയിട്ട് ലിങ്ക് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓയിൽ നമ്മൾ ഇത്രയും ടൈം ഒഴിച്ചിട്ടില്ല എന്നുള്ളത്, ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ, ഇത് എണ്ണ ഇല്ലാതെ കഴിക്കാനും കൂടി പറ്റുന്ന ചിക്കൻ റെസിപ്പിയാണ്, കാരണം സ്കിന്നോട് കൂടി എടുത്തതുകൊണ്ട് തന്നെ ഓൾറെഡി അതിൽ നിന്നുള്ള എണ്ണയും വരും. അപ്പോൾ ഇത്രക്ക് മാത്രം മതി. ഇനി ഇതുപോലെ വീണ്ടും അടച്ച് വെക്കുക, എന്നിട്ട് ബാക്കിയുള്ളതും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ കുക്കായതിന് ശേഷം എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടുന്ന് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് കണ്ണുവെച്ച പത്തിരിയിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1 കപ്പ് അളവിൽ, എല്ലാം സെയിം കപ്പ് തന്നെ എടുക്കുക കേട്ടോ. 1 കപ്പ് അളവിൽ മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫുൾ ഗോതമ്പായാലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ മൈദയും കൂടി വന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, നമ്മുടെ നെയ്യും ഉപ്പൊക്കെ ഒന്ന് എല്ലാ സൈഡിലും എത്തിക്കോട്ടെ. ഈ ഒരു കണ്ണുവെച്ച പത്തിരി ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടൊന്നും അറിയില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഫ്ലേവറാണ് ഇതിന്. അങ്ങനെ ഇനിയിപ്പം നമുക്ക് നോർമൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന അതേ സെയിം രീതിക്ക് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. സെയിം ചപ്പാത്തിക്ക് എങ്ങനെ നിങ്ങൾ സോഫ്റ്റായിട്ട് കുഴക്കുന്ന അതേപോലെ തന്നെ, വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ, ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു സമയം ഉണ്ടെങ്കിൽ മാത്രം ഒരു 15 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് ഒന്നുകൂടി ഒരു എക്സ്ട്രാ സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് സമയം ഉണ്ടെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കണ്ടില്ല, നല്ല കറക്റ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇത്താത്ത ചിക്കൻ ഉണ്ടാവുക. പിന്നെ ഇതാ നമ്മുടെ ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഒരു 10 മിനിറ്റ് മുന്നേ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു, അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലില്ല, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും ചേർക്കാം കേട്ടോ, അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനൊക്കെ ഒന്ന് തിരിച്ചെല്ലാം ഇട്ടിട്ട് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇത്താത്ത ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഈ ഒരു ഇത്താത്ത ചിക്കൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മസാല ഗ്രേവി ടൈപ്പാണ്, ഓവർ വെള്ളം പോലെയല്ല, നല്ല തിക്കായിട്ടുള്ള ചെറിയൊരു മസാല ടൈപ്പാണ്, ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഗ്രേവി ഉണ്ടാവില്ല അത്. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് മിക്സാക്കി കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക, അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കണ്ണ് വെച്ച് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കേട്ടോ, റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് എത്രത്തോളം വലുപ്പമുള്ള ബോൾ എടുക്കുക അതേ സെയിം ബോൾ തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചപ്പാത്തിയുടെ ആ ഒരു ഓവർ വലുപ്പമല്ല, ഒരു പാകത്തിന് വലുപ്പത്തിലുള്ള ചപ്പാത്തിയായിട്ട് നമുക്ക് പരത്തിയെടുക്കാം.
ഇപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളിൽ കുറച്ച് ഓയിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പരത്തിയ ഈ ഒരു സൈഡില്ല അത് നല്ലപോലെ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക കേട്ടോ. ആദ്യം ഒരു സൈഡ് അങ്ങനെ ഇങ്ങോട്ടും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ആയില്ലേ, ഈ ബോക്സിനെ നേരെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അതെങ്ങനെ ഇപ്പോൾ പറഞ്ഞുതരാമെന്നറിയില്ല, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. രണ്ട് സൈഡും പിടിച്ചിട്ട് അവിടെ ജോയിൻറ്റ് ചെയ്യുക, പിന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ അതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്യുക കേട്ടോ. ഭയങ്കര സിമ്പിൾ, ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ആദ്യം തന്നെ ഇതുപോലെ ഫോൾഡാക്കി വെച്ചിന് പിന്നെ പെട്ടെന്ന് പരത്തി നമുക്ക് ചുടാം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് വെക്കട്ടെ. എന്നിട്ട് അടുത്തത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കണ്ണുവെച്ച പത്തിരി ഓരോന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചല്ലോ, അത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഒരു കണ്ണ് വരുന്ന ഭാഗമില്ലേ, 4 ആ ഒരു കോണ് വരുന്ന ഭാഗം, അത് ഇതുപോലെ ബോർഡിൽ തട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം കേട്ടോ പരത്താൻ വേണ്ടിയിട്ട്, എങ്കിൽ ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് പൊടിയിടുക. ഓവർ പൊടിയിട്ടാൽ പെട്ടെന്ന് എണ്ണയിലിടുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് പതുക്കെ സ്ക്വയറോ റെക്റ്റാങ്കിളോ ഏതാണോ ഷേപ്പ് നിങ്ങൾക്ക് പരത്തുമ്പം കിട്ടുന്ന ആ ഒരു രീതിക്ക് പരത്തിയെടുക്കുക കേട്ടോ. ഓവർ വലിപ്പം വേണ്ട. ഓവർ വലിപ്പം അത്രക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. കുഞ്ഞു കുഞ്ഞാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ പൂരിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ പൂരിനെക്കാളും ഒരല്പം വേവ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ പൂരി നേരിയൊരു സംഭവം പെട്ടെന്ന് പൊങ്ങി വന്ന് അങ്ങ് എടുക്കാം. ഇതിന് നമുക്ക് ആ ഒരു കണ്ണ് ഭാഗമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പൂരിനെക്കാളും ഒരല്പം സമയം വെക്കാം കേട്ടോ. ഒരുപാട് ടൈമൊന്നും വെക്കണ്ട. ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമ്മൾ പൂരി ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് എണ്ണയിലിടുന്ന സമയത്ത് കണ്ണ് ചില പത്തിരിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വിടർന്ന് വരും കേട്ടോ. ചിലത് അവിടെ ഒട്ടി നിന്ന രീതിയിലുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. പക്ഷേ ഇതിൽ ടേസ്റ്റിലാണ് കേട്ടോ മെയിൻ പ്രധാനം. ഭയങ്കര ഒരു ഫ്ലേവർ ഉണ്ട് ഈ ഒരു കണ്ണുവെച്ച പത്തിരി കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ ശ്രദ്ധിച്ച്, നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന ഓയിൽ മാത്രമല്ല കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ള, ഓയിലിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കണ്ണുവെച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ കണ്ണുവെച്ച പത്തിരിയും ഇത്താത്ത ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാ സെർവ് ചെയ്യലാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള 2 റെസിപ്പിയാണ്. കൂടുതൽ അങ്ങനെ മെനക്കെട്ടുള്ള പണിയൊന്നുമില്ല കേട്ടോ. കുറച്ച് മസാലയൊക്കെ റെഡിയാക്കി വെക്കേണ്ട ആ ഒരു പരിപാടിയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. രണ്ടും കോംബോ പൊളിയാണ്, ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചിക്കൻ എനിക്ക് ഫോട്ടോ എടുക്കേണ്ട പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിരുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ചിക്കൻ. ഞാൻ ജസ്റ്റ് ഇതാ കത്തി വെച്ചിട്ട് ഇതുപോലെ കാണിച്ചു തരാം. കാരണം ഞാൻ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടില്ല, ഞാൻ വെച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കമൻസും അറിയിക്കുക കേട്ടോ. അപ്പോൾ പത്തിരിയും ഇത്താത്ത ചിക്കനും റെഡിയായി. ഇത്താത്ത ചിക്കനിൽ യൂസ് ഇട്ടിട്ടുള്ള പേരാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിണ്ട് കമൻറ്റായിട്ട് കൊടുക്കാം ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ ലിയൂസിനെ വന്നിട്ട് നോക്കായിരുന്നു കേട്ടോ. അവൾ ഉഷാറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വലിയ ടെൻഷനില്ല ഇപ്പോൾ ലിയൂസിൻ്റെ കാര്യത്തിൽ. എന്താ വെച്ചാൽ ആൽബിഡോൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ ടെൻഷനില്ല. കാരണം അത് 1-to-1 ടീച്ചിങ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ആൽബിഡോൻ്റെ ക്ലാസ് എന്താണെന്നുള്ളത് അറിയാത്തവർ എന്തായാലും കമൻറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ആൽബിഡോൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് 1-to-1 ടീച്ചിങ്, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ലിയൂസിനെ കുറിച്ചിട്ട് എനിക്കിപ്പോൾ ടെൻഷനില്ല. കാരണം അവളുടെ മാമിൻ്റെ കോളാന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ അപ്പാടും തന്നെ അറ്റൻഡ് ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ അങ്ങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. സാധാരണ നമ്മൾ സ്കൂളിൽ അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ അയക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ടെൻഷനാണ്. ടീച്ചർക്ക് ഒരു 10-50 കുട്ടികൾ ഒന്നിച്ച് കെയർ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. പക്ഷേ ഇതുപോലത്തെ ആൽബിഡോൻ്റെ പോലത്തെ സ്ഥാപനങ്ങൾ ആവുമ്പോൾ നല്ലതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കുട്ടീനെ എന്താ വെച്ചാൽ അവർ സ്വന്തം കുട്ടികളായിട്ട് അങ്ങ് കെയർ ചെയ്തോളും. കാരണം വേറെ ഇല്ല അവർക്ക്, ഒരു കുട്ടീനെ അവർ കെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇവർ എന്താ പറയുക പാരലൽ ട്യൂഷനാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. KG to +2 വരെ ഉണ്ട്. അതുപോലെ തന്നെ PG ഡിഗ്രി ഒക്കെ ഉണ്ട്. മെയിൻലി ഇവർ KG to +2 വരെ ഫുൾ പാരലൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ആൽബിഡോ ഒരുപാട് ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടമായത് ഹോം ട്യൂഷൻ ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ ടീച്ചർ വന്നിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കും. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് കാണുകയും ചെയ്യാം, നല്ല ധൈര്യത്തിൽ ഇവരുടെ അടുത്ത് ഏൽപ്പിക്കുകയും ചെയ്യാമല്ലോ, ആ ഒരു ഇതുണ്ട്. പിന്നെ ഓൺലൈൻ വഴി അത് ഏത് രാജ്യത്തിലുള്ള കുട്ടികൾക്കും ഇവർക്ക് ക്ലാസ് പ്രൊവൈഡ് കൊടുക്കുന്നുണ്ട്. ഹോം ട്യൂഷന് നമ്മുടെ കേരളത്തിലുള്ള ജില്ലകളിൽ മാത്രമാണ് കേട്ടോ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടർ വഴി ഉണ്ട്, അതായത് മഞ്ചേരിയാണ് ഇവരുടെ സ്ഥാപനം, അവിടെ പോയിട്ട് ഡയറക്റ്റ് പഠിക്കുന്നതും ഉണ്ട്. പിന്നെ ഇവരുടെ മെയിനായിട്ടുള്ള വേറൊരു പ്രത്യേകത, ഇവരുടെ ഒരു കടലാസ് പെൻസിൽ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ ചെറിയ മക്കളെയാണ് കേട്ടോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 5ലും 6ലും പഠിക്കുന്ന കുട്ടികൾ ബുക്ക് നോക്കിയിട്ട് അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷേ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവരുടെ ലാംഗ്വേജുകൾ, ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിൽ അറബിക് ആണെങ്കിൽ മാത്സോ ഇംഗ്ലീഷ് ഇങ്ങനത്തെ ലാംഗ്വേജിലൊന്നും ബേസിക് ആയിട്ടുള്ള ഒന്നും എഴുതാനും പറയാനും സംസാരിക്കാനും ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളെ തറവായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട്. അവർ പ്രൂവ് ചെയ്ത കാര്യമാണ്, 15 ദിവസം കൊണ്ടാണ് കേട്ടോ അങ്ങനെ പഠിപ്പിച്ച് എടുക്കുന്നത്. അത് ശരിക്കും നല്ലൊരു കാര്യമല്ല, കാരണം ഒട്ടുമിക്ക വീട്ടിലുള്ള നമ്മുടെ മക്കളുടെ അവസ്ഥ തന്നെയല്ലേ, ബുക്കിലുള്ളത് നമ്മൾ കോപ്പി അടിച്ച് പഠിച്ച് എക്സാം എഴുതും, പക്ഷേ ബേസിക് ആയിട്ട് ഒരു ആളോട് സംസാരിക്കാനോ ആൾക്ക് മുന്നിൽ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ അല്ലേ. അതൊക്കെ അത്രയും തറവായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വലിയ കുട്ടികൾക്ക്, അതായത് 10ലും +1ലും +2ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവർ A+ മാഗ്നറ്റ് എന്ന് പറയുന്ന വേറൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കോഴ്സാണ്, കാരണം എന്താ വെച്ചാൽ എക്സാമിന് തൊട്ട് മുന്നേ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇൻഡിവിജ്വലായിട്ട്, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ. പിന്നെ ഈ ഒരു A+ മാഗ്നറ്റ് കോഴ്സ് അല്ലാതെ വേറെ ഒരുപാട് ക്രാഷ് കോഴ്സ് ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയതായിട്ട് +2 കൊമേഴ്സ് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി കോഴ്സസിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആൽബിഡോൻ്റെ ഏറ്റവും വലിയ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ കഴിഞ്ഞ് അവർ തമ്മിലുള്ള കോൺടാക്റ്റ് മാത്രം, അതവിടെ അവസാനിച്ച്. പക്ഷേ ഇവരുടെ ആൽബിഡോൻ്റെത് അങ്ങനെയല്ല കേട്ടോ. ഇവർ തമ്മിലുള്ള കോൺടാക്റ്റും ഇതിന് പുറമെ ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടി വേറൊരു ടീച്ചറെ അവരെ ഏർപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ടീച്ചർ ഇപ്പോൾ ലിയൂസിനെ പഠിപ്പിക്കുന്നുണ്ടില്ലേ, അപ്പോൾ അതിൽ നമുക്ക് പാരൻസിന് എന്തെങ്കിലും തൃപ്തി കുറവോ, അല്ലെങ്കിൽ നമുക്ക് മക്കൾക്ക് തന്നെ ടീച്ചർ അത്രയും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അത്രയും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ആ മുകളിൽ നിൽക്കുന്ന ആ ഒരു മെൻറ്ററില്ലേ വേറെ ടീച്ചർ, ആ ടീച്ചറെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ മാറ്റിത്തരും കേട്ടോ. ടീച്ചറെ മാറ്റിത്തരും. എന്നിട്ടും നമുക്ക് ഓക്കെ അല്ല, തൃപ്തിക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് 3 ക്ലാസ് നോക്കുക. നമുക്ക് ഈ ഒരു ഇവരുടെ ആൽബിഡോൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ 3 ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുൾ ഫീസും കാര്യങ്ങളും ഒക്കെ തിരിച്ചു തരും കേട്ടോ. ആൽബിഡോൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോ. ആർക്കെങ്കിലും മക്കൾക്ക് ട്യൂഷനോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ